നമ്മൾ പുഞ്ചക്കരി പോകാൻ പോവുകയാണ്. എന്നാണ് നമ്മളെ ആഗ്രഹവും. സാമിനെ കൊണ്ടേ പുഞ്ചക്കരി പോകാനുള്ള ആഗ്രഹമാണ്. പക്ഷേ ആകാശം മൊത്തം ഇരുണ്ട് കിടക്കുന്ന അവസ്ഥയിൽ എങ്ങനെ പുഞ്ചക്കരി പോകുമെന്ന് ചോദ്യചിഹ്നമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, സാം ഇന്നും കൂടെ ഉള്ളൂ. നമ്മുടെ റൂമും നമ്മുടെ തലസ്ഥാനവും വിട്ട് സാം ബാംഗ്ലൂരിൽ പോവുകയാണ്. ഞാൻ സാമിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് എല്ലാ ദിവസവും ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ പോകാൻ. എളുപ്പമല്ലേ, ചുമ്മാ എന്തിനാണ് അവിടെ ചെന്ന് റൂം റെന്റ് കൊടുത്ത് അവിടെ താമസിക്കുന്നത്, ഇവിടെ നമ്മളിവിടെ നിന്നൂടെ. ഇതാകുമ്പം നമുക്ക് എല്ലാ സാമിന് ജോലിക്ക് പോയിട്ട് തിരിച്ച് അതേപോലെ തിരിച്ച് വന്ന് സുഖം കിടന്നുറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഉറങ്ങാം കുറച്ച് നേരം, ബസ്സിൽ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഉറങ്ങാം. അപ്പോൾ സാം പറയാണ് സാമിന് ഡെയിലി 6000 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാം ഇവിടെ നിൽക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാനുള്ള, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഉന്നതങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ സാമിന് 6000 രൂപ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഡെയിലി. ഗൈസ്, റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് ദാഹജലം കുടിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ് റോഡിൽ ഒരു കിണർ. ഞാൻ കാണിച്ചു തരാം, കണ്ട വെള്ളം കണ്ടില്ല. മഴ പെയ്യുമ്പോൾ ഇത് നിറയും. അത് നിറയുമ്പം റോഡിൽ കൂടെ പോകുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും വെള്ളം കുടിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിയിരിക്കുന്നതാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളൂ. ഗൈസ്, നമ്മളെ റൂമിൻ്റെ ടെറസ്, നമ്മൾ തിരുവനന്തപുരംകാർ ടെറസ് എന്നാണ് പറയണത്. നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നത് നിങ്ങൾ പറയണം. നമ്മളെ റൂമിൻ്റെ ടെറസിൽ നോക്കിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ പോകുന്നു, ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നു, ഒരു ലൈൻമാനാണെന്ന് ഒന്ന് നടന്നു പോകുന്നു, ഇവിടെ 2 പണിക്കാർ പോകുന്നു, വീണ്ടും ഒരു ഓട്ടോ പോകുന്നു, അവിടെ ഒരു പിക്കപ്പ് കിടക്കുന്നു, മഴവെള്ള സംഭരണി, പിന്നെ സർക്കാരിൻ്റെ സ്വന്തം കിണർ കുടിവെള്ള സംഭരണം, ഒരു ചേച്ചി, അത് കഴിഞ്ഞ് ഒരു വാഗണർ കാറ് വരുന്നു, പിന്നെ ഓട്ടോ വരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിൽ സോളാറുണ്ട്, ഒരു കുടയുണ്ട്, ആവശ്യമുള്ളപ്പം കുട കമ്പത്തി വയ്ക്കാം. 4 കുടയുണ്ട് ഗൈസ്, 4 കുടയെ. ദൂരമുള്ള വീട്ടിൽ ചെടിച്ചട്ടികൾ നിറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല ഇപ്പുറത്തെ വീട്ടിലും ചെടിച്ചട്ടികൾ നിറഞ്ഞിരിക്കുന്നു. പിന്നെ വിശാലമായ പാർക്കിംഗ് ഏരിയ പോലെ ടെറസ്, പിന്നെ അതുകൊണ്ട് നിവർന്നു നിൽക്കുന്ന ഒരു അശ, അതിൽ സാമിൻ്റെ ക്ലിപ്പുകൾ. അത് സാമ എടുത്തുകൊണ്ട് പോകുമോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടറിയാം.